നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2023 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഫിച്ച് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസി US കറൻസിയായ ഡോളറിനെ ഡീഗ്രേഡ് ചെയ്തു. AAAയിൽ നിന്നും AA ഡീഗ്രേഡ് ചെയ്തു. AAA എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ഗ്രേഡിംഗ് ലെവൽ. അത് ലോകത്തിലുള്ള ഏതാനും രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വീഡനുണ്ട്, സ്വിറ്റ്സർലൻഡുണ്ട്, നെതർലൻഡ്സ് ഉണ്ട്, സിംഗപ്പൂരുണ്ട്. അങ്ങനെ ഏതാനും രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ AAA റേറ്റിംഗ്. അവിടെ നിന്നും US കറൻസിയെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയെ സംബന്ധിച്ച് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. ഏറ്റവും വലിയൊരു കൺട്രിയെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഡീഗ്രേഡ് ചെയ്യപ്പോൾ AA ഡീഗ്രേഡ് ചെയ്യപ്പോൾ അവർ പറഞ്ഞ ഏതാനും കാര്യങ്ങളുണ്ട് ഡീഗ്രേഡ് ചെയ്യാനായിട്ട്. അവർ പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് 2 ഇയേഴ്സായിട്ട് അവർ ഈ കൺട്രിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ കുറിച്ച്, കടത്തിനെക്കുറിച്ച് അവർ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ പറയുന്ന ഏതാനും കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം കടം കൂടി വരുന്നു. 2 ഗവൺമെൻറ് ലെവലിലുള്ള ആ ഇറോഷൻ ഓഫ് ക്വാളിറ്റി ഗവേണൻസ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും വലിയൊരു ഫാക്ടറാണ് ഡോളറിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട്. ശരിക്കും ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും തുടക്കമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏറ്റവും കടമുള്ള കൺട്രി, ലോകത്തിൻ്റെ കടത്തിൻ്റെ 70% US-ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 125% ആയി കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം ഫിസ്ക്കൽ ഡെഫിസിറ്റ് വന്നിട്ട് സംതിങ് അറൗണ്ട് 67% ആയി കഴിഞ്ഞു. നമ്മൾ പല പ്രാവശ്യം പേപ്പർ വായിച്ചിട്ടുണ്ടല്ലേ, US ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞ് അവസാനം റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും കൂടെ ചേർന്ന് വീണ്ടും കടത്തിൻ്റെ പരിധി ഉയർത്തി എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പല പ്രാവശ്യം നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ന്യൂസിൽ കേട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കടം കൂട്ടി $40 ട്രില്യൺ കടം എത്തുക എന്ന് വെച്ചാൽ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൺട്രി വന്നത്. ആ കടം മാറ്റണമെങ്കിൽ 2 ഓപ്ഷൻസേ ഈ കൺട്രിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ചിലവ് കുറയ്ക്കുക. അതുകൊണ്ടാണ് ഡോജ് എന്ന് പറയുന്ന ഒരു ഗവേണൻസിന് വേണ്ടി എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് US ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡായിട്ട് ഇലോൺ മസ്കിനെ നിയമിച്ചത്. രണ്ടാമത്തെ കാര്യം, എവിടെയൊക്കെ അഡീഷണൽ ആയിട്ടുള്ള പൈസ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ആ ഭാഗത്തൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ദാറ്റ് മീൻസ് ചിലവ് കുറയ്ക്കുക, വരവ് കൂട്ടുക. വരവ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൺട്രി ബേസിക്കലി US എന്നുള്ള കൺട്രി ശരിക്കും താരിഫിൻ്റെ പുറത്ത് വലിയൊരു കളി കളിച്ചിരിക്കുന്നത്. എന്നിപ്പോൾ നിങ്ങളോട് ഈ പറയുന്ന സമയത്ത് 70 രാജ്യങ്ങൾ US-ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു പോസിറ്റീവ്നെസ്സിനാണ് മാർക്കറ്റ് കാണിക്കുന്നത്. 70 രാജ്യങ്ങൾ വരിക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ശനിയാഴ്ചത്തെ വീഡിയോ പറഞ്ഞു, US ഓൾറെഡി താരിഫ് കൊണ്ടുവന്നാൽ പോലും അവർ ബാക്ക് ചാനൽ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് സ്വാധീനമുള്ള കൺട്രീസിനെ ഒക്കെ ബാക്ക് ചാനൽ കമ്മ്യൂണിക്കേഷൻ കൂടെ അവർ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും രീതി നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവരുടെ $900 ബില്യൺ മുകളിലാണ് അവരെ സംബന്ധിച്ച് അവരുടെ ട്രേഡ് ഡെഫിസിറ്റ്. ആ ഡെഫിസിറ്റ് എന്തുമാത്രം കുറയ്ക്കാൻ സാധിക്കുന്നോ, വേൾഡ് മാർക്കറ്റ് പോലെ തട്ടൽ കൂടാതെ രീതിയിൽ എന്തുമാത്രം കുറയ്ക്കാൻ സാധിക്കുന്നോ അത് US-നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റാണ്. പ്രൊവൈഡഡ് ചൈനയാണ് US-ൻ്റെ ഏറ്റവും വലിയ സപ്ലയർ. ചൈന വഴങ്ങിയാൽ മാത്രമേ മീനിങ് ആയിട്ടുള്ള ആക്ഷൻ ഇതിനകത്ത് വരത്തുള്ളൂ. സോഫാർ ചൈന അതിന് വഴങ്ങിയിട്ടില്ലെന്നുള്ളതാണ് മാർക്കറ്റ് നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, US ചൈനയുടെ പുറത്ത് ആഡ് ചെയ്തിരിക്കുന്ന 20+34 54% ടാക്സിൻ്റെ സ്ഥാനത്ത് ചൈന ഈ 34 വന്ന് കഴിഞ്ഞ ആഴ്ചയാണ്. 34 അഗൻസ്റ്റ് ആയിട്ട് ചൈനയും റെസിപ്രോക്കൽ താരിഫ് കൊണ്ടുവന്നു US-ന് മുകളിൽ 34%. ട്രംപ് പറഞ്ഞിരിക്കുന്ന 34% മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഒരു 50% കൂടെ. 50% എന്ന് പറയുന്നത് ടോട്ടൽ താരിഫിൻ്റെ 50% ആണോ അഡീഷണൽ 50% ആണോ ഉള്ള കാര്യത്തിലാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്. 50% കൂടെ ചൈനയുടെ മേളിൽ താരിഫ് വരുമെന്നുള്ള ഒരു പോയിൻ്റാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സംസാരിച്ചത്. ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചൈനയില്ലാതെ US-ന് നിൽക്കാൻ സാധിക്കത്തില്ല, US-ഇല്ലാതെ ചൈനയ്ക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ബേസിക്കലി ഇതാണ് റിയാലിറ്റി. ഈ റിയാലിറ്റിക്കകത്ത് കിടന്നുകൊണ്ടുള്ള മത്സരമാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ കാണിക്കുന്നത്. ശരിക്കും ഇന്നലെ യൂറോപ്യൻ യൂണിയൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ റെസിപ്രോക്കൽ താരിഫ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം ഞങ്ങൾ നെഗോഷിയേഷൻ ടേബിളിലേക്ക് മാറുവാണെന്ന് യൂറോപ്യൻ യൂണിയൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അത് വലിയൊരു ഈസാണ് അമേരിക്കയെ സംബന്ധിച്ച്. ഈ പോയിന്റിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എനിക്ക് ധാരാളം ആൾക്കാർ നമ്മുടെ 20-ാം തീയതി, 21, 22-ാം തീയതി നമ്മുടെ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ക്വാളിറ്റി ഫണ്ട് അനാലിസിസിനെ കുറിച്ചുള്ള സെഷൻസാണ്. സോ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ധാരാളം ആൾക്കാർ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. തീർച്ചയായും താങ്കൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് താങ്കൾ മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരും. എനിക്ക് ആരൊക്കെ മെയിൽ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് സോഫാർ. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കുറേ നാളെ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ താങ്കളുടെ ട്രേഡ്സ് സക്സസ്ഫുൾ ലെവലിൽ വന്നിട്ടില്ലായിരിക്കാം. അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ പുതിയ ലോകക്രമത്തിൽ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ശരിക്കും ആ മാറ്റേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷെ താങ്കളുടെ സ്റ്റോക്ക് പിക്കിലായിരിക്കാം മാറ്റേണ്ടിയിരിക്കുന്നത്, അല്ലെ താങ്കളുടെ ട്രേഡിംഗ് ആ ഒരു ഹോൾ
ആ ഒരു സ്ട്രക്ചറിലായിരിക്കാം മാറ്റം വരുത്തേണ്ടത്, അല്ല താങ്കളുടെ മാർക്കറ്റ് റീഡിങ്ങിലായിരിക്കും മാറ്റം വരുത്തേണ്ടത്. എന്തായാലും മാറ്റം വരുത്തേണ്ട അവസ്ഥയിലാണ് ഉള്ള കാര്യം. അത് വലിയൊരു ചലഞ്ചാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം നമുക്ക് മിസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബേസിക്കലി എൻ്റെ ട്രേഡ്സിനെ കുറിച്ച് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ബേസിക്കലി എക്സ്ട്രീംലി ഷോർട്ട് ടൈം ട്രേഡറാണ്. സെയിം ക്വാർട്ടർ എൻട്രി സെയിം ക്വാർട്ടറിൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ഫിലോസഫിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഫിലോസഫിയാണ്. ഞാൻ ഫിലോസഫി ഡെവലപ്പ് ചെയ്യാനായിട്ട് സംതിങ് അറൗണ്ട് 3.5 കൊല്ലത്തോളം എടുത്തു. ഫിലോസഫി ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് 3.5 കൊല്ലം എടുത്തു. അതാണ് ഞാൻ കംപ്ലീറ്റ്ലി ബേസ് ചെയ്ത് വരുന്ന എൻ്റെ സിസ്റ്റം. ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മുതൽ ഞാൻ ഒരു സിസ്റ്റം കൂടെ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ബേസിക്കലി എൻ്റെ ട്രേഡ്സിൽ അത് 2 to 5 days ട്രേഡാണ്. ഞാൻ എന്തുകൊണ്ടാണ് ലോങ് ടൈം ട്രേഡ് ആകാത്തതെന്ന് വെച്ചാൽ, എൻ്റെ ഫിലോസഫി എപ്പോഴും ഷോർട്ട് ടൈം ട്രേഡ്സിനോട് മാത്രമാണ് യോജിക്കുന്നത്. എല്ലാ ടൈപ്പ് ട്രേഡ്സും നല്ലതാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഓരോ ആൾക്കാർക്കും ഒരു ഇൻഡിവിജ്വൽ ഫിലോസഫിയുണ്ട്. എൻ്റെ ഫിലോസഫി ഷോർട്ട് ടൈം ട്രേഡ്സിനോട് മാത്രം യോജിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ 2 to 5 days ട്രേഡിലേക്ക്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡ്, ഞാൻ പറയില്ലേ സെയിം ക്വാർട്ടറിൽ എൻട്രിയും എക്സിറ്റ് എന്ന ട്രേഡിലേക്ക് മാറാൻ കാര്യം. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പോലെ എൻ്റെ ട്രേഡ്സ് കഴിഞ്ഞ ആഴ്ച വരെ ട്രേഡ്സ് കംപ്ലീറ്റ് 2 to 5 day ട്രേഡ്സ് ആണ്. ഞാൻ ഒരിക്കലും ലോങ് ടൈമിൽ 100% എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ എനിക്കൊരു 8 to 10% കിട്ടുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ദാറ്റ് ഈസ് ബെസ്റ്റ് ട്രേഡ് എന്നുള്ള ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇനി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിലോ ഹാർഡ്ലി 3%, 3.5%. ദാറ്റ് മീൻസ് എന്നെ സംബന്ധിച്ച് 2 to 5 days ട്രേഡേ ഉള്ളൂ. ശരിക്കും ഞാൻ നോക്കുന്ന ഒരു 10%, ഒരു 12% പ്രോഫിറ്റ് എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അതിൻ്റെ അകത്ത്. ആൻഡ് മേ ബി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിൽ എങ്ങനെ മിനിമം ട്രോഡ് ഒരു 3%, 3.5% ഇറങ്ങാമെന്നുള്ള കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ഏറ്റവും വഴങ്ങുന്നൊരു ട്രേഡാണ് ഈ 2 to 5 days ട്രേഡ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷനാണ്. സോ താങ്കൾക്ക് ഈ ഫിലോസഫി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗൈഡ് ലൈൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ദിവസം വിൽ സിറ്റ് ഫോർ 2 hours ആക്ച്വലി. താങ്കൾക്ക് തീർച്ചയായും അതിന് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാൽ ഞാൻ 2 hours ടൈം നിങ്ങളുമായിട്ട് തീർച്ചയായും സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ ഗൈഡ് ലൈൻസ്, ജനറൽ ഗൈഡ് ലൈൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു ഒരു 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 ബേസിക് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അത് താങ്കളുടെ ട്രേഡ്സിനെ ബെറ്റർ ആക്കാൻ സാധിക്കുകയാണെങ്കിൽ, അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ബേസിക്കലി നമ്മുടെ ഹോൾ ട്രേഡിംഗ് കരിയറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു ചാൻസ് മിസ്സാക്കേണ്ട രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്ന് ഈ ഒരു കാര്യം പറയാൻ കാര്യം. മാർക്കറ്റ് എക്സ്ട്രീംലി വോളറ്റൈലാണ്. ഏത് വലിയ വോളറ്റിലിറ്റി മാറുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. ട്രംപ് ഉള്ള കാലത്തോളം ഈ വോളറ്റിലിറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ട്രംപിൻ്റെ കാലത്ത് അതേ വോളറ്റിലിറ്റി തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു 4 years പ്രതീക്ഷിക്കാം. ഇങ്ങനെ വോളറ്റൈലാവുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് ബേസിക്കലി നമ്മുടെ ഫണ്ട്സ് മിനിമം നമ്പർ ഓഫ് ഡേയ്സിൽ മാർക്കറ്റിലുണ്ടെങ്കിൽ കുറേ സേഫ് ആകുമെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം താങ്കളോട് ഷെയർ ചെയ്തത്. ഇനി എന്താണ് നടക്കാൻ പോകുന്ന കാര്യം? നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വേൾഡ് മാർക്കറ്റൊക്കെ ഗ്രീനിലാണ്. 2 കാര്യങ്ങളുണ്ട്. ഈ ഗ്രീനിൽ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ 70 countries, ഞാൻ ആദ്യം പറഞ്ഞല്ലോ 70 countryകൾ നെഗോസിയേഷൻ ടേബിളിലേക്ക് മാറി തുടങ്ങി. വലിയൊരു ഈസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ലോങ് ടൈമിൽ ഇത് സസ്റ്റെയിൻ ചെയ്യത്തുള്ള കാര്യം. വേൾഡ് മാർക്കറ്റ് ഡൗൺ ആയാൽ എല്ലാ കൺട്രീസിനും ബാധിക്കും. നമുക്കറിയാം യുഎസിനെ സംബന്ധിച്ച് യുഎസിൻ്റെ പ്രൊഡക്റ്റ് ഇമ്പോർട്ടിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബേസിക്കലി ട്രേഡ് ഡെഫിസിറ്റ് വരുന്നത്. പ്രൊഡക്റ്റ് എക്സ്പോർട്ടിൽ അവർ സർവീസ് എക്സ്പോർട്ടിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. $300 billion സർവീസ് എക്സ്പോർട്ടിൽ അവരുടെ ട്രേഡ് പ്ലസ് എന്നുള്ള കാര്യം. അതിനൊരു കാരണവശാലും ഒരു വീക്ക്നെസ് വരാൻ യു എസ് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പൊതുവേ സർവീസ് എക്സ്പോർട്ടിൽ യുഎസിൻ്റെ സർവീസ് എക്സ്പോർട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ബേസിക്കലി IT കമ്പനീസ് ബേസിക്കലി. അതുകൊണ്ടാണ് IT സ്റ്റോക്കെല്ലാം ഒരു വല്ലാതെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അല്ല കഴിഞ്ഞ 7 നാളുകളായിട്ട് വളരെ വീക്ക്നെസ് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ IT സ്പെൻഡിങ് കമ്പാരിറ്റീവ്ലി ഗവൺമെൻറ് സൈഡിൽ നല്ല കുറവാണത് കാണിക്കുന്നത്. സോ യുഎസിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിനെ സംബന്ധിച്ചും ഈ ഒരു കറൻറ്റ് സിനാരിയോ അത് നാളെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാര്യം വേൾഡിൻ്റെ GDPയുടെ ഗ്രോത്ത് ആവറേജ് 3% ആണ്. അത് നേരെ പതുക്കെ താഴെപ്പുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല US ഡൗൺ ആയിക്കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ എക്കോണമി 25% ആണ് ഒരു വേൾഡ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു എക്കോണമി ഡൗൺ ആയിക്കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിനെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ബേസിക്കലി താരിഫിൻ്റെ പുറത്തല്ല നമ്മുടെ കൺസേൺ വേൾഡ് മാർക്കറ്റ് ഡൗൺ ആയാലേ US മാർക്കറ്റ് ഡൗൺ ആയാലേ അത് നമ്മുടെ കൺട്രിയുടെ GDPയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും. അതുകൊണ്ട് ആ ഒരു പോയിന്റിലാണ് കൺട്രീസൊക്കെ വളരെ കൺസേൺഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറേ ആക്ഷൻ പ്ലാൻസ് സോഫാർ 3-4 ദിവസമായിട്ട് നമ്മൾ കാണുന്നത്. ഈ ആക്ഷൻ പ്ലാനൊക്കെ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സെറ്റിൽമെൻറ്റിൽ എത്തട്ടെ എന്നുള്ള പ്രൊഡിക്ഷനിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വിത്തിൻ 2-3 days സീസൺ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ ക്വാർട്ടർ സീസൺ വളരെ പരിതാപകരമായിരുന്നു. ബേസിക്കലി നിഫ്റ്റി EPS വളരെ വീക്കായിട്ട് വന്നു. ഈ സീസണിലും
ഒരു പക്ഷേ ആ വീക്ക്നെസ് പ്രകടിപ്പിക്കുമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3 മാസം നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള സ്പെൻഡിങ് വളരെ കൂടുതലായിരുന്നു. ലിക്വിഡിറ്റി ഇഷ്യൂ ഒരു പരിധിവരെ ഗവൺമെൻറ് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ കമ്പനികളുടെ പെർഫോമൻസിനെ ഒരു പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായും നമുക്കത് പ്രതീക്ഷിക്കാം. മാർക്കറ്റിൽ നിഫ്റ്റി EPSൽ കുറച്ചുകൂടെ ഒരു ബെറ്റർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വാല്യുവേഷൻ കുറേ മാനേജബിൾ ലെവലിലെത്തി അത് വീണ്ടും വാല്യുവേഷനെ ഒരു ബെറ്ററായിട്ടുള്ള വാല്യുവേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. തീർച്ചയായും റിസൾട്ട് സീസൺ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഇരിക്കുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ റിസൾട്ടുകൾ എക്സലൻ്റ് ആണോ എക്സെപ്ഷണൽ ആണോ അത് റിസൾട്ട് വീക്ക് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു പറ്റി പറയാനായിട്ടുള്ളത്. ഒരു കാരണവശാലും ഇമോഷൻ്റെ ബേസിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. എല്ലാ ട്രേഡ്സും ലോജിക്കിൻ്റെ ബേസിൽ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. മാർക്കറ്റ് എക്സ്ട്രീമിലി വോളറ്റൈൽ ആകുമ്പം മാർക്കറ്റ് കയറുകയല്ല ചെയ്യേണ്ടത്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള സ്ട്രാറ്റജി. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രേഡ് സിസ്റ്റം നിങ്ങൾക്ക് റീഓർഗനൈസ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും അതിൻ്റെ അകത്ത് കുറേ പ്ലസ് പോയിൻറ്റ്സിനൊക്കെ ആഡ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. സൈനിങ് ഓഫ്.